Hello friends, very good morning. You can see another very interesting topic, that is contra-cyclical policy measures or measures to control inflation or deflation or economic crisis. Okay, monetary policy tools, fiscal policy tools, income policy measures, etc. Right. Macroeconomics സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മേജർ മെഷേഴ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. സിലബസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് മൊഡ്യൂൾ സെക്കൻഡ്. റൈറ്റ്. സിമിലർലി വി ക്യാൻ സി ഇൻ മൊഡ്യൂൾ 3 ദ ടോപ്പിക് ലൈക്ക് ദിസ്: കോൺട്രാ സൈക്ലിക്കൽ പോളിസി മെഷേഴ്സ്. There are 3 policy measures under contra cyclical policy measures. നമുക്ക് കാണാൻ പറ്റുന്നത് മൊഡ്യൂൾ 3 ബിസിനസ് സൈക്കിളുമായി ബന്ധപ്പെട്ട്. Here you know the concept like monetary policy measures. Monetary policy. Okay. Then second policy fiscal policy measures. Okay. ഇങ്ങനെ തന്നെയാണ് നമുക്ക് ആ സിലബസിൽ കാണാൻ പറ്റുന്നത്. Third one income policy measures. Right. നമുക്കൊരു എസ്സേ ടോപ്പിക് തന്നെ എക്സ്പെക്ട് ചെയ്യാം. കോൺട്രാ സൈക്ലിക്കൽ, ups and downs, or inflationary situation or deflationary situation, isn't it? What is the primary objective of economic policies? Economic policies എന്ന് പറയുമ്പോൾ it includes both monetary policy and fiscal policy. Right. Monetary policy is the policy designed by the central bank, and fiscal policy is the measures that designed by the government, isn't it? The economic policies എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 2 മെഷേഴ്സ് അല്ലെങ്കിൽ 2 ടെക്നിക്സ് ആണ് അടങ്ങിയിട്ടുള്ളത്. അതിൽ മോണിറ്ററി പോളിസിയുമുണ്ട്, ഫിസ്ക്കൽ പോളിസിയുമുണ്ട്, അതുപോലെ തന്നെ ഇൻകം പോളിസി. റൈറ്റ്. തേർഡ് മൊഡ്യൂളിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ചേർത്ത് വായിക്കാൻ പറ്റും സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന മെഷേഴ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. ഓക്കെ, മാക്രോ എക്കണോമിക്സ് സെക്കൻഡിൻ്റെ ചാപ്റ്റർ സെക്കൻഡിൽ നമുക്ക് കാണാം വാട്ട് ആർ ദ മെഷേഴ്സ് ദാറ്റ് വി ആർ എക്സ്റ്റെൻസീവ്ലി യൂസിങ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. റൈറ്റ്. അതുപോലെ തന്നെ ഫോർത്ത് മൊഡ്യൂളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിസ്ക്കൽ പോളിസി ടൂൾസ്, സിമിലർലി മോണിറ്ററി പോളിസി ടൂൾസ്. റൈറ്റ്. ഇപ്പോൾ 3 മൊഡ്യൂൾസിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഏരിയയാണ്, isn't it? മാക്രോ എക്കണോമിക് സെക്കൻഡിൻ്റെ പ്ലേലിസ്റ്റ് എടുക്കുക. എക്കണോമിക് പോളിസീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മോണിറ്ററി പോളിസി ടെക്നിക്സിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബാങ്ക് റേറ്റ്, CRR, SLR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, MSF. ഓക്കെ. അതുപോലെ ബിസിനസ് സൈക്കിളുമായി ബന്ധപ്പെട്ട വീഡിയോസ്, ദെൻ എക്കണോമിക് സ്ലോ ഡൗൺ, ഡിപ്രഷൻ, റിസഷൻ, റിക്കവറി, ഈ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്, isn't it? ഇനി നിങ്ങൾക്ക് മാക്രോ എക്കണോമിക് സെക്കൻഡിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ISLM മോഡൽ, അതുപോലെ ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, അതിൻ്റെ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യും. റൈറ്റ്. അതുപോലെ തന്നെ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്ന ഏരിയ A to Z ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. റൈറ്റ്. എക്കണോമിക് പോളിസീസ് എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾ തറോ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ മാക്രോ എക്കണോമിക് സെക്കൻഡിൻ്റെ ഒരു വലിയ പാർട്ട് നിങ്ങൾക്ക് കഴിയും. എക്സാംസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ബാങ്കിങ്, ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് സെക്കൻഡിലൊക്കെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. Now we can discuss, I would like to give some general idea and tips for getting maximum mark related to this topic. Okay. അപ്പോൾ നിങ്ങൾക്കൊരു ബേസ് ഉണ്ട്. നമുക്കറിയാം ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ ഓർ എക്കണോമിക് ക്രൈസിസ്. അതുപോലെ തന്നെ ഫിസ്ക്കൽ പോളിസി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മോണിറ്ററി പോളിസി ടെക്നിക്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മോണിറ്ററി പോളിസി ടെക്നിക്സിൻ്റെ ഓപ്പറേഷൻസ് വളരെ സിമ്പിളായിട്ട് ഒരു ടേബിൾ ഫോർമാറ്റിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ്, isn't it? ആ ടേബിൾ ഫോർമാറ്റ് നിങ്ങൾ എക്സാമിന് എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. നല്ല ഒരു എസ്സേ ടോപ്പിക്കിനുള്ള വകുപ്പുണ്ട്. റൈറ്റ്. മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
സി കോൺട്രാസൈക്ലിക്കൽ പോളിസി മെഷേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഏതൊക്കെ ഫോക്കസ് ചെയ്യണം? മോണിറ്ററി പോളിസി മെഷേഴ്സ് എഴുതണം. മോണിറ്ററി പോളിസി ദാറ്റ് ഇൻക്ലൂഡ്സ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ഓർ ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇസ്ന്റ് ഇറ്റ്? ആ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. A to Z വാച്ച് ചെയ്യുക. ഇപ്പോൾ ബാങ്ക് റേറ്റ്, CRR, SLR, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, MSF, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇസ്ന്റ് ഇറ്റ്? ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് ബാങ്ക് റേറ്റ് എങ്ങനെയായിരിക്കും, ഡീഫ്ലേഷൻ ഉള്ള സമയത്ത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിന്റെ ഇന്റർവെൻഷൻ മീൻസ് RBI എങ്ങനെയാണ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് എങ്ങനെയാണ് അത് ഫോളോ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് കാണാം ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് പോളിസി, നോൺ കൺവെൻഷണൽ ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ഓർ മോണിറ്ററി പോളിസി. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ആ ഏരിയ ഒക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ കോൺട്രാ സൈക്ലിക്കൽ പോളിസി മെഷേഴ്സുമായി ബന്ധപ്പെട്ട് മോണിറ്ററി പോളിസി, ദെൻ ഫിസ്ക്കൽ പോളിസി, ദെൻ ഇൻകം പോളിസി. ഓക്കെ, ഈ രണ്ട് ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. ബട്ട് നിങ്ങൾക്കൊരു എക്സാംസിന് കൂടുതൽ സിമ്പിൾ ആയിട്ട് എങ്ങനെ മോണിറ്ററി പോളിസി ടൂൾസ് അല്ലെങ്കിൽ മോണിറ്ററി പോളിസി ടെക്നിക്സിന്റെ ഓപ്പറേഷൻസ് ഒരു ടേബിൾ ഫോർമാറ്റിൽ എങ്ങനെ നൽകാം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സിമിലർലി യു ക്യാൻ പുട്ട് ദ സെയിം ആൻസർ വെൻ യു ഫേസ് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ മെഷേഴ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ? ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ഏരിയ ആണ്. ഇൻഫ്ലേഷണറി സിറ്റുവേഷനിലെ മോണിറ്ററി പോളിസി ഉപയോഗിക്കും, ഫിസ്ക്കൽ പോളിസി ഉപയോഗിക്കും, ഇൻകം പോളിസി ഉപയോഗിക്കും. അനദർ എസ്സേ ടോപ്പിക് ഓർ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇസ്ന്റ് ഇറ്റ്? ഇൻഫ്ലേഷൻ, ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ഒക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. നൗ വി ക്യാൻ ഡിസ്കസ് see monetary policy. This is the keyword which is designed by the RBI. Okay, what is the priority of monetary policy? Its priority is price stability. Okay, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കട്ടോ, എൻ്റെ കൂടെ ഉണ്ടാവണം. പ്രൈസ് സ്റ്റെബിലിറ്റി. ഇസ്ന്റ് ഇറ്റ്? പ്രൈസ് സ്റ്റെബിലിറ്റി ഡസന്റ് മീൻ സീറോ ഇൻഫ്ലേഷൻ. ഇസ്ന്റ് ഇറ്റ്? ഇപ്പൊ ഈ പ്രൈസ് സ്റ്റെബിലിറ്റിക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട ചാലഞ്ച്, ത്രെട്ട് എന്ന് പറയുന്നത് വി ആർ സീയിങ് ടു എക്കണോമിക് ഈവിൾസ്. എന്താ വിളിക്കുക? എക്കണോമിക് ഈവിൾസ്. ഫസ്റ്റ് വൺ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. ദ കണ്ടിന്യൂസ് റൈസ് ഇൻ ദി ജനറൽ പ്രൈസ് ലെവൽ, അല്ലേ? Persistent and continuous rise in the general price level, inflation, പണപ്പെരുപ്പം. The second one is deflation. Okay, deflation or economic crisis, right? നിങ്ങളെ സിലബസിൽ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930s, then similarly ഗ്രേറ്റ് ഫൈനാൻഷ്യൽ റിസഷൻ ഓഫ് 2008. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു മോണിറ്ററി പോളിസി ടൂൾ ഉണ്ട്, quantitative easing measures or easy money policy. We will discuss a fundamental question related to price stability. What do you mean by price stability? I would like to define the price stability like this. Low, stable and predictable inflation. Isn't it? What a fantastic definition. Predictable inflation. ഇപ്പം എക്കോണമിയിൽ സീറോ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഡേഞ്ചറാണ്. പ്രൈസ് സ്റ്റെബിലിറ്റി, വില സ്ഥിരത അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റെബിലിറ്റി എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസ് സ്റ്റെബിലിറ്റി ഷുഡ് ബി കൺസിസ്റ്റന്റ് വിത്ത് എ ലോ. ഇൻഫ്ലേഷൻ ഉണ്ട്, ബട്ട് ഇൻഫ്ലേഷൻ റേറ്റ് എന്തായിരിക്കണം? ലോ. ആൻഡ് ആ ലോ റേറ്റ് എന്താണ്? സ്റ്റേബിൾ ആണ്. ആൻഡ് വൺ ക്യാൻ ഈസിലി പ്രിഡിക്റ്റ് ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. ഇസ്ന്റ് ഇറ്റ്? ഇപ്പോൾ പണപ്പെരുപ്പം ഒരു മൈൽഡ് ഇൻഫ്ലേഷൻ, വി ക്യാൻ സിംപ്ലി സേ മൈൽഡ് ഇൻഫ്ലേഷൻ, ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ എൻ എക്കോണമി. ഒരു എക്കോണമി വികസിക്കുന്നതിന് വേണ്ട ഒരു മൈൽഡ് ഇൻഫ്ലേഷൻ വേണം. കാരണം കുറഞ്ഞ രീതിയിൽ വില കൂടണം, സാധന സേവനങ്ങളുടെ വില വർദ്ധിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ വില വർദ്ധിക്കുമ്പം പ്രൊഡ്യൂസേഴ്സ് ആർ വെരി ഹാപ്പി. വില കൂടുക എന്ന് പറഞ്ഞാൽ അവരുടെ സാധനത്തിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുകയാണ്. isn't it? Then producers will enhance their production and it will generate more employment opportunities. Then laborers or workers will get more wages. Then they can easily afford the small rate of inflation. No problem. Isn't it? അപ്പോൾ എക്കോണമി സ്റ്റേബിൾ ആണ് എന്ന് പറഞ്ഞാൽ എന്താ? എക്കോണമി ഈസ് കൺസിസ്റ്റന്റ് വിത്ത് മൈൽഡ് ഇൻഫ്ലേഷൻ. isn't it? ഈ മൈൽഡ് ഇൻഫ്ലേഷൻ എന്താണ്? ദാറ്റ് ഈസ് റിലേറ്റഡ് ടു എക്കണോമിക് ഗ്രോത്ത്. isn't it? എക്കണോമിക് ഗ്രോത്ത്. ഇൻഫ്ലേഷൻ ഈസ് കപ്പിൾഡ് വിത്ത്
എക്കണോമിക് ഗ്രോത്ത് ആണ്, സാമ്പത്തിക വളർച്ചയുള്ള ഫേസിലാണ് ഇൻഫ്ലേഷൻ ഉണ്ടാവും. ബട്ട് അതൊരു പരിധി വിട്ട് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്കറിയാം മൈൽഡ് ഇൻഫ്ലേഷൻ, അല്ലെ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ ഉണ്ട്, ദെൻ വാക്കിംഗ് ഇൻഫ്ലേഷൻ, റണ്ണിങ് ഇൻഫ്ലേഷൻ, ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ ഓർ ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഇപ്പം ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ ഈസ് നോട്ട് എ പ്രോബ്ലം, വാക്കിംഗ് ഇസ് എ സിഗ്നൽ, റണ്ണിങ് ആൻഡ് ഗലോപ്പിംഗ് ആൻഡ് ഹൈപ്പർ ഇൻഫ്ലേഷൻ ഒക്കെ എന്നാൽ പിടുത്തം വിട്ട രീതിയിലുള്ള വിലക്കയറ്റാണ്. ഇറ്റ് ഈസ് ഡേഞ്ചറസ്, isn't it? അപ്പോൾ ഇവിടെ പ്രൈസ് സ്റ്റെബിലിറ്റി doesn't mean zero inflation. Price stability indicates low, stable and predictable inflation. Okay, അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കണം. പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യണം, ഡീഫ്ലേഷനെ എന്ന് പറയുന്ന പ്രതിഭാസത്തെ പ്രിവെന്റ് ചെയ്യണം, isn't it? ഇപ്പോൾ ഇന്ത്യൻ എക്കോണമിയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണ്? ഇൻഫ്ലേഷനാണ്. നമുക്ക് ഡീഫ്ലേഷൻ എന്ന് പറയുന്ന റയർ കേസാണ്. ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണച്ചുരുക്കം, ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ഫാൾ ഇൻ ദ പ്രൈസ് ഓഫ് ദ കമോഡിറ്റീസ്, isn't it? ഇപ്പൊ ജപ്പാനീസ് എക്കോണമിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആണ് ഡീഫ്ലേഷൻ, isn't it? ഞാനത് എലാബറേറ്റീവ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മുടെ ഇവിടെ കോൺട്രാ സൈക്ലിക്കൽ പോളിസി മെഷേഴ്സ്, നമുക്കറിയാം ബിസിനസ് സൈക്കിൾ അല്ലെ, അപ്സ് ആൻഡ് ഡൗൺസ്, ബൂം, ദെൻ റിസഷൻ, ഡിപ്രഷൻ, ഈ സ്റ്റേജിന്റെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി, കാരണം ബിസിനസ് സൈക്കിളിൽ വരുന്ന അപ്സ് ആൻഡ് ഡൗൺസ് കൗണ്ടർ ചെയ്യാൻ വേണ്ടി മോണിറ്ററി പോളിസി എടുക്കും, അതുപോലെ ഫിസിക്കൽ പോളിസി എടുക്കും, ഇൻകം പോളിസി എടുക്കും. നിങ്ങൾ ആലോചിക്കുക, ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ, നമ്മൾ ബൂം പ്രോസ്പെരിറ്റി സ്റ്റേജിലാണ്, അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ്, കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസിയാണ് ഫോളോ ചെയ്യുക, isn't it? ഡിപ്രഷൻ അല്ലെങ്കിൽ റിസഷൻ ഉള്ള സമയത്ത് ഏതാണ് നമ്മൾ ഫോളോ ചെയ്യുക? എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി, isn't it? സിമിലർലി ഫിസിക്കൽ പോളിസി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മെഷേഴ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ മോണിറ്ററി പോളിസി ഉണ്ട്, ആ മോണിറ്ററി പോളിസിയിൽ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ഉണ്ട്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോ കാണാം. അപ്പോൾ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തറവായിക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, എക്കണോമിക് ഈവിൾസ്, ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും ഉണ്ടാകാനുള്ള കാരണം എന്താ? ആ കാരണം നമുക്ക് മനസ്സിലാക്കിയാൽ എന്താണ്, മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി, ഇൻകം പോളിസി വെച്ചിട്ട് നമുക്ക് ആ കാരണത്തെ നമുക്ക് ട്രീറ്റ് ചെയ്യും, റെമഡിയൽ മെഷേഴ്സ് കൊണ്ടുവരാൻ പറ്റും, isn't it? അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഇൻഫ്ലേഷൻ പീപ്പിൾ ഹാവിങ് മോർ മണി, എക്സസ് മണി സപ്ലൈ. ഓക്കെ, നല്ല രീതിയിൽ മനസ്സിലാക്കുക കേട്ടോ, എക്സസ് മണി സപ്ലൈ, ദിസ് ഈസ് ദ പ്രോബ്ലം. ആളുകളെടുത്ത് എന്താണ്, കൂടുതൽ പണമുണ്ട്, ആ പണത്തിന് അനുസൃതമായിട്ടുള്ള സാധന സേവനങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്താണ് എക്കോണമിയിലില്ല. അപ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യും, ഡിമാൻഡ് കൂടും, ബട്ട് സപ്ലൈ അതിനനുസരിച്ചില്ല, ദെൻ പ്രൈസ് വിൽ ബി ഇൻക്രീസ്ഡ്. ഓക്കെ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് റൈസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻഫ്ലേഷൻ. അപ്പോൾ എക്സസ് മണി സപ്ലൈ, ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ക്രെഡിറ്റ്സ് ഗിവൺ ബൈ ബാങ്ക്സ്. ഓക്കെ, കൂടുതൽ വായ്പ ബാങ്കുകൾ നൽകുന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ക്രെഡിറ്റ് ക്രിയേഷൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, isn't it? അപ്പൊ നമ്മുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ ഇല്ലാതാക്കണമെങ്കിൽ എക്കോണമിയിലുള്ള എക്സസ് മണി സപ്ലൈ നമ്മൾ എന്ത് ചെയ്യണം, കുറക്കണം, isn't it? അതുപോലെ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് എന്ത് ചെയ്യണം, കുറക്കണം. അതിനെന്ത് ചെയ്യണം, ബാങ്കുകളുടെ വായ്പ കൊടുക്കാനുള്ള കഴിവ് കുറക്കണം, isn't it? അതിനുവേണ്ടി നമ്മൾ ബാങ്ക് റേറ്റ് എന്ത് ചെയ്യണം, CRR എന്ത് ചെയ്യണം, SLR എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സിമിലർലി in the case of deflation or economic crisis, the problem is shortage of money supply, shortage of money supply, shortage of money supply, and that is what is the matter here, the loans that given by banks is very low. ബാങ്കുകളെ ക്രെഡിറ്റ് അവൈലബിലിറ്റി കുറവാണ്, ലോ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്. ഓക്കെ, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബാങ്ക് കൊടുക്കുന്ന വായ്പ കേട്ടോ, ലോ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്, isn't it? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് എന്താണ്, ആളുകളെ കയ്യിൽ കൂടുതൽ പണമുണ്ട്, isn't it? ഈ പണം കൂടുതൽ ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഉദാരമായിട്ട് വായ്പ കൊടുക്കുന്നു, isn't it? അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താ, റെമഡിയൽ മെഷേഴ്സ് എന്താണ്, നേരിട്ട് ശ്രദ്ധിക്കുക, isn't it? ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ടോപ്പിക് ഫിനിഷ് ചെയ്യാം. റെമഡിയൽ മെഷേഴ്സ്, മോണിറ്ററി പോളിസിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹിയർ ദ റെമഡിയൽ മെഷേഴ്സ് ദാറ്റ് ഇൻക്ലൂഡ് curtail or reduce the capability of the commercial banks to give credit or loan, isn't it?
കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വായ്പ കൊടുക്കുന്നത് എന്ത് ചെയ്യുക? കുറക്കുക. ബൈ ഇൻക്രീസിങ് ബാങ്ക് റേറ്റ്, CRR, SLR ആൻഡ് എക്സെട്ര. ഇസ്ന്റ് ഇറ്റ്? വായ്പയുടെ അവൈലബിലിറ്റി കുറക്കുക, കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ് കൂട്ടുക. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ് ടേം, കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ്. ഞാൻ പറഞ്ഞു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്ര മനസ്സിലാക്കുക, ലോൺ. സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ലോൺ, ബാങ്കുകൾ കൊടുക്കുന്ന വായ്പ. അപ്പോൾ വായ്പയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ന്റ് ഇറ്റ്? വാട്ട് ഈസ് ഇറ്റ്? സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ, പലിശ, വായ്പന്റെ മുകളിലുള്ള പലിശ. ഇസ്ന്റ് ഇറ്റ്? പലിശ കൂട്ടിയാൽ എന്ത് ചെയ്യും? ആളുകൾ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നത് കുറയും. ആളുകൾ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നത് കുറഞ്ഞാൽ എന്ത് ചെയ്യും? ആളുകളുടെ കയ്യിലുള്ള പണത്തിന്റെ സപ്ലൈ എന്ത് ചെയ്യും? കുറയും, അവൈലബിലിറ്റി കുറയും. ദെൻ ആളുകളുടെ ഡിമാൻഡ് കുറയും. അങ്ങനെ എക്കോണമിയിൽ എന്താണ്? പണപ്പെരുപ്പം കുറയുമെന്നാണ് മോണിറ്ററി പോളിസി അസ്യൂം ചെയ്യുന്നത്. ഇസ്ന്റ് ഇറ്റ്? സിമിലർലി ഡീഫ്ലേഷൻ ഉള്ള സമയത്താണെങ്കിലോ, ഡീഫ്ലേഷൻ ഉള്ള സമയത്ത് എന്ത് ചെയ്യും? സെൻട്രൽ ബാങ്ക്സ് ആക്ച്വലി ട്രൈങ് ടു ഇൻജെക്ട് മോർ ലിക്വിഡിറ്റി ഓർ ക്യാഷ് ഇൻ ടു ദ എക്കോണമി. എക്കോണമിയിലേക്ക് എന്താണ്? കൂടുതൽ പണം പമ്പ് ചെയ്യും, സപ്ലൈ ചെയ്യും. എന്തിനാണ്? ആളുകളുടെ കയ്യിൽ പണം കുറവാണ്. കൊമേഴ്ഷ്യൽ ബാങ്കിനെ കൊണ്ട് കൂടുതൽ വായ്പ കൊടുക്കാനുള്ള നടപടികൾ എടുക്കും. കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ് എന്ത് ചെയ്യും? കുറക്കും. ഇസ്ന്റ് ഇറ്റ്? അങ്ങനെ ആളുകളുടെ കയ്യിൽ കൂടുതൽ പണം വരും, ആളുകൾക്ക് ഡിമാൻഡ് കൂടും, സാധന സേവനങ്ങൾക്ക് ഡിമാൻഡ് കൂടും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉഷാറാവും, എക്കോണമി ഇങ്ങനെ റിക്കവർ ചെയ്തിങ്ങനെ വരും. ഇസ്ന്റ് ഇറ്റ്? ഇതിൻ്റെ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് മോണിറ്ററി പോളിസി ടെക്നിക്സിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് വളരെ കുറഞ്ഞ സമയം എടുത്ത് പറയാൻ പോണേ. അതിന് ഞാൻ നിങ്ങൾക്കൊരു ടേബിള് കാണിക്കും. ആ ടേബിള് നിങ്ങൾ തറവായിട്ട് മനസ്സിലാക്കുക. ബാങ്ക് റേറ്റ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഇൻഫ്ലേഷൻ, ബാങ്ക് റേറ്റ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഡീഫ്ലേഷൻ ഓർ crisis, economic crisis, isn't it? Deflation is associated with the economic crisis or depression. Inflation is associated with the economic growth. Okay, then similarly, fiscal policy ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ നല്ലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ A to Z വാച്ച് ചെയ്യുക. ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് ആരാണ് മാനേജ് ചെയ്യുന്നത്? ഗവൺമെന്റ് ആണ്. ഫിസ്ക്കൽ പോളിസിയിൽ പ്രധാന ഐറ്റം വരുന്നത് നമുക്കറിയാം, ടാക്സേഷൻ ആണ്. Then similarly public expenditure ആണ്, then public debt, then budget, isn't it? ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് എന്താണ് ഫിസ്ക്കൽ പോളിസി ഏതായിരിക്കും? കാരണം കോൺട്രാ സൈക്ലിക്കൽ പോളിസി മെഷേഴ്സ് ആണ്. ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് ടാക്സ് റേറ്റ് കൂട്ടും, പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറക്കും. ദെൻ ബജറ്റ് എന്തായിരിക്കും? ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് ഗവൺമെന്റ് ഫോളോ സർപ്ലസ് ബജറ്റ്. ഓക്കെ, ആളുകളുള്ള കയ്യിലുള്ള പണത്തിന്റെ സപ്ലൈ കുറക്കാനുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തുക. ഓക്കെ, ഡീഫ്ലേഷൻ ഉള്ള സമയത്താണെങ്കിൽ ഏതാണ് ചെയ്യുക? ഞാനൊരു ഹിന്റ് തരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണാം. ഇസ്ന്റ് ഇറ്റ്? ടാക്സ് കുറക്കും, പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടും. ഓക്കെ, ബജറ്റ് ഏതായിരിക്കും? ഡെഫിസിറ്റ് ബജറ്റ്. എക്കോണമിയിലേക്ക് കൂടുതൽ പണം ഇൻജെക്ട് ചെയ്യും, ഇൻവെസ്റ്റേഴ്സിനെ കൂടുതൽ ബിസിനസ്സും കാര്യങ്ങൾ ചെയ്യാനുള്ള സ്റ്റിമുലസ് പാക്കേജസ്. ഓക്കെ, അതിനെന്താ വിളിക്കുക? സ്റ്റിമുലസ് പാക്കേജസ്. സ്റ്റിമുലസ്, ഉത്തേജനം നൽകുക. ഇസ്ന്റ് ഇറ്റ്? ഇതൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ കാണാണ്. ഇപ്പൊ ഗ്രേറ്റ് ഫൈനാൻഷ്യൽ റിസഷൻ ഓഫ് 2008 ഫിസ്ക്കൽ സ്റ്റിമുലസ് പാക്കേജസ് ഉണ്ടായിരുന്നു. എന്താ ഫിസ്ക്കൽ സ്റ്റിമുലസ് പാക്കേജസ് എന്ന് പറയുമ്പോൾ? ടാക്സ് റേറ്റ് കുറക്കുക, പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടുക, ആളുകൾക്ക് എന്താണ് പണത്തിന്റെ അവൈലബിലിറ്റി കൂട്ടുക, ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുക, എക്കോണമിയെ റിക്കവറി ചെയ്യുക. ഇസ്ന്റ് ഇറ്റ്? എന്തിലേറെ പറയുന്നത് നിങ്ങൾ ആലോചിച്ച്, കോവിഡ് ഇൻഡ്യൂസ്ഡ് എക്കണോമിക് ക്രൈസിസ് ഉണ്ടായിപ്പോയും എന്ത് ചെയ്തു? ഫിസ്ക്കൽ സ്റ്റിമുലസ് പാക്കേജസ് ഉണ്ടാക്കി. അതുപോലെ തന്നെ മോണിറ്ററി സ്റ്റിമുലസ് പാക്കേജസ്. ഓക്കെ, ഫിസ്ക്കൽ സ്റ്റിമുലസ് പാക്കേജസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ലെഡ് ബൈ ഗവൺമെന്റ്. മോണിറ്ററി സ്റ്റിമുലസ് പാക്കേജസ് that is designed by the central bank. In India it is RBI, Reserve Bank of India. ഓക്കെ, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. isn't it? This is the background. ഇത് നിങ്ങളുടെ പല ആൻസേഴ്സിനും കൊടുക്കാൻ പറ്റുന്ന ഏരിയ ആണ് കേട്ടോ. നല്ല രീതിയിൽ മനസ്സിലാക്കുക. കാരണം മാക്രോ എക്കണോമിക്സ് സെക്കൻഡിന്റെ 4 മൊഡ്യൂൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ഹൈലി ഇന്റർ റിലേറ്റഡ് ആണ്. isn't it? എക്കണോമിക് പോളിസീസ്, മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി താറോ ആയിട്ട് പഠിച്ചു വെച്ചോളൂ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാം. അതുപോലെ ഇൻഫ്ലേഷൻ, ഇപ്പൊ നിങ്ങൾ ആലോചിക്കും മെഷേഴ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ, സെയിം ടോപ്പിക്. isn't it? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ്
and its operations during the period of inflation and during the period of deflation. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ബാങ്ക് റേറ്റ്, CRR, SLR ആ ടോപ്പിക്സ് ഫുള്ള് വാച്ച് ചെയ്യുക. ഞാൻ ബാങ്ക് റേറ്റും CRR ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നില്ല, കാരണം ആ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാക്കി കാണുക. ദെൻ ഈ ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക, എക്സാമിന് എഴുതുക. ലെറ്റ് us discuss the monetary policy tools during the period of inflation and deflation with a simple and very beautiful table. Right.